ഭാഗം ക്രിസ്പിയും അകം ഭാഗം സോഫ്റ്റുമായ ഒരു സൗത്ത് ഇന്ത്യൻ സ്നാക്കാണ് വട. വടകൾ പലതരത്തിൽ ഉണ്ടാക്കാം. വളരെയധികം ആരോഗ്യ ഗുണമുള്ളതും ദഹനത്തിന് സഹായകമായ ഓമയ്ക്ക അല്ലെങ്കിൽ പപ്പയ വെച്ചുള്ള ഒരു സിമ്പിൾ വടയാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇനി ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഇടത്തരം പച്ച പപ്പായ നീളത്തിൽ ഗ്രേറ്റ് ചെയ്യുകയോ കനം കുറച്ച് അരിയുകയോ ചെയ്യുക. മിക്സിങ്ങിനുള്ള വലിയ പാത്രത്തിലേക്ക് 2 കപ്പ് ഗ്രേറ്റ് ചെയ്ത പപ്പായ ഇടുക. കൂടെ ചെറുതായി അരിഞ്ഞ് 1/2 ടീസ്പൂൺ ഇഞ്ചിയും 1/2 മുറി സബോളയും കൂടെ ചേർക്കുക. സബോള കൂടുതലായിട്ട് വേണ്ട. അതുപോലെ എരിവിന് ആവശ്യമായ പച്ചമുളകും കൂടെ ചേർക്കുക. അതിനുശേഷം കറിവേപ്പില ചെറുതായിട്ടരിഞ്ഞും ചേർക്കുക. കളറിന് ആവശ്യമായ മഞ്ഞൾപ്പൊടി ചേർക്കുക. അതുപോലെ രുചി കൂട്ടാനായിട്ട് 1/2 ടീസ്പൂണ് പെരിഞ്ജീരകപ്പൊടിയോ അല്ലെങ്കിൽ ഗരം മസാലയോ ചേർക്കുക. ആവശ്യത്തിന് ഉപ്പിടുക. അതിനുശേഷം 1/2 കപ്പ് കടലമാവ് ചേർക്കുക. കടലമാവില്ലെങ്കിൽ മൈദയോ കോൺഫ്ലവറോ ചേർക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത ശേഷം ക്രിസ്പിനെസ് കിട്ടാനായിട്ട് 1/4 കപ്പ് വറുത്ത അരിപ്പൊടി കൂടെ ചേർക്കുക. എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ആക്കുക. ഒട്ടും വെള്ളം ചേർക്കരുത്. ഓമയ്ക്കായിലെ വെള്ളം കൊണ്ട് ഇതെല്ലാം മിക്സ് ആയിക്കോളും. അരിഞ്ഞ മല്ലിയില ചേർക്കുക. വീണ്ടും മിക്സ് ചെയ്യുക. ചെറിയ ബോൾസ് ആക്കിയ ശേഷം പരത്തിയെടുക്കുക. എത്രയും കനം കുറച്ച് പരത്താമോ അത്രയും നല്ലതാണ്. അപ്പോൾ നല്ല ക്രിസ്പി ആകും. പരത്തിയ വടകൾ നന്നായി ചൂടായ എണ്ണയിലേക്ക് ഇടുക. ഒരു വശം മൂത്ത് വരുമ്പോൾ തിരിച്ചിടുക. അങ്ങനെ ആരോഗ്യ ഗുണമുള്ള നല്ല സിമ്പിൾ ഓമയ്ക്ക വട ഇവിടെ തയ്യാറായി. വെറൈറ്റി ആഗ്രഹിക്കുന്നവർക്ക് ചായയോടൊപ്പം കഴിക്കാൻ പറ്റിയ നല്ല വട. ഉള്ളിവടയോടൊപ്പം നിൽക്കുന്ന ഈ വട ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമല്ലോ. അടുത്ത ഒരു ഈസി റെസിപ്പിയുമായി കാണുന്നത് വരെ ഹാവ് എ നൈസ് ടൈം.